കണ്ണീരിൻ്റെ ഉപ്പ് കലർന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ച. മാതാപിതാക്കളുടെ ലാളനയിൽ ചിരിയും കളിയുമായി നടക്കേണ്ട ബാല്യം. ഭിക്ഷാടന മാഫിയകളുടെ രാക്ഷസ കൈകളിൽ ഞെരിയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അധികാരികൾ. ഓമനിച്ചു വളർത്തിയ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് അവൻ്റെ അമ്മേ എന്നൊരു വിളിക്ക് വേണ്ടി കാലങ്ങളായി കാത്തിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കഥ നിങ്ങൾക്കായി. പിച്ചയെടുക്കും പച്ചക്കുളന്തൈ പാറമ്മ പശുക്കുത്, അമ്മേ തായേ പശുക്കുത്. എടോ ആരുടെ തൻ്റെ അമ്മ? തൻ്റെ അമ്മയുടെ ഉണ്ടാ? നല്ല തണ്ട് നടിയുണ്ടല്ലോ, പണിയെടുത്ത് ചോദിച്ചൂടെ? ഈ ഭിക്ഷാടനം നിരോധിച്ചെന്ന് താൻ അറിഞ്ഞില്ലേ? അല്ല, ഈ കൊച്ചതാ താൻ പിടിച്ചോണ്ട് വന്നതാ? തന്നെയൊക്കെ കാണിച്ചതാ. ഈ ഫോണുണ്ടല്ലോ, തൻ്റെ വീഡിയോ പിടിച്ച് ഇതിലിട്ട് ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കി. ഇനി മേലാൽ ഈ ഭാഗത്തെങ്ങാനും കണ്ടുപോയാൽ തന്നെ ചെളിയിലിട്ട് പൊത്തും ഞാൻ. പോടോ. വല്ലതും തരണേ. ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല, പോയിക്കോ, അവിടെ ഒന്നുമില്ല. അണ്ണാ ഉറങ്ങണ? ഒന്നും മയങ്ങിപ്പോയി. അണ്ണാ ഇന്നെന്തെങ്കിലും കിട്ടിയാ? കുറെ ചീത്തയും തെറിയും കിട്ടി. ഞാനിന്നൊരു വീട്ടിൽ ചെന്നപ്പാ അവിടത്തെ ചേച്ചി പറയണ് നല്ല തണ്ടും തടിയുണ്ടല്ല, പണിയെടുത്ത് ജീവിക്കരാ, പട്ടിനെ അഴിച്ചുവിടുന്നു. ഇനി നമുക്കൊന്നും രക്ഷയില്ല. കടകളിൽ ചെന്നാല് ആട്ടി ഓടിക്കുന്നു. തമ്പി, നിങ്ങളുടെ ഊരെവിടെ? എവിടേക്ക് തിരിച്ചു പോകണുണ്ടാ? ഒരു ദിവസം മുറ്റത്ത് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോ 3-4 നാടോടി സ്ത്രീകൾ വന്ന് എന്തോ മണിപ്പിച്ച്. പിന്നെ എനിക്ക് ഓർമ്മ വരുമ്പോ ഞാൻ ആന്ധ്രയിലാണ്. അങ്ങനെ ഞാൻ ഭിക്ഷക്കാരൻ നിലവിൽ പെട്ടു. അവരെന്നെ കണ്ണു കുത്തി പൊട്ടിക്കാൻ നോക്കി, കൈയും കാലും തെല്ലൊടിക്കാൻ നോക്കി. എങ്ങനെയോ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഭാഗ്യം കൊണ്ട് തൊഴിൽ ജീവിച്ചിരിക്കുന്നു. പലപ്പോഴും പൈപ്പ് വെള്ളം കുടിച്ച ജീവൻ നിലനിർത്തിയത്. കടലിൽ ചാടി മരിക്കണമെന്ന് വിചാരിച്ചതാ, പക്ഷെ മരിക്കാൻ പേടിയായിരുന്നു. എൻ്റെ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും മാത്രമായിരുന്നു. ഒരു ദിവസം അച്ഛന് ചായ കൊണ്ടു കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് നിലത്ത് വീണ്. ഒരു ചായ പോലും കൊണ്ടുതരാൻ പറ്റാത്ത ഒരുത്തം കെട്ടവൻ എങ്ങനെ? സ്കൂളിൽ ചെന്ന അവരുടെ കംപ്ലൈന്റ്, അവിടെ ചെന്ന ടീച്ചർമാരുടെ കംപ്ലൈന്റ്, കൂട്ടുകാരുണ്ടെങ്കിൽ അവരത്തെ ആയിട്ട് തല്ലുപിടുത്തം. എവിടെ നിന്നാ നീ? ഈ നാട് വിട്ടു പോടാ അവിടുന്ന്. ഇവിടുന്ന് വിളിക്കുക. എന്താ മോനെ ഇവിടെ ഇരിക്കണേ? എന്ത് പറ്റി? അപ്പൊ മോനെ എങ്ങനെ ഇവിടെ എത്തി? മോൻ പേടിക്കണ്ട, മോനെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. മോന് വിശക്കണുണ്ടോ? വാ, ഞാൻ ഭക്ഷണം മേടിച്ചു തരാം. എന്റെ ഉണ്ണീനെ നിങ്ങൾ ആരും കണ്ട? വീട്ടിൽ നിന്ന് നേരത്തെ പോകണ്ട, ഇതുവരെയും കണ്ടില്ല. എങ്ങോട്ട് പോയാവോ? നിങ്ങൾ ആരും കണ്ട?
നിങ്ങൾ ആരും കണ്ടിട്ടുണ്ട് ആരെങ്കിലും? എവിടെയാണാവോ? എവിടെ പോയാവോ? பிச்சையெடுக்கும் பச்சை குழந்தை பாரம்மா பசிக்குது, അമ്മേ തായേ പശിക്കുത്. ഇവിടെ ഒന്നുമില്ല, പൊക്കോ. നീ ഇന്ന് ഭിക്ഷയ്ക്ക് പോയില്ലേ? ഒന്നും കിട്ടിയില്ലേ ഭിക്ഷയ്ക്ക് പോയിട്ട്? കുറച്ചാൾക്കാര് മാത്രമേ കാശ് തന്നുള്ളൂ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മര്യാദക്ക് ഭിക്ഷ യാചിക്കണമെന്ന്? ഇന്ന് നിനക്ക് പച്ച വെള്ളം തരില്ലടാ. എടാ പിള്ളേരെ, ഇന്ന് നമ്മൾ ഭിക്ഷ യാചിക്കാൻ പോണില്ല. നല്ല തിരക്കുള്ള ബസ്സുകളിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും മാല ഒട്ടിക്കണം. ഞാൻ പറഞ്ഞു തന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. യാതൊരു കാരണവശാലും പിടിക്കപ്പെടരുത്. പിടിക്കപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതങ്ങ് വിഴുങ്ങണം കേട്ടോ. ഞങ്ങളെ പോലീസ് പിടിക്കില്ലേ? മാലിയും മോതിരം വിഴുങ്ങിയ ഞങ്ങക്ക് വയറുവേദന എടുക്കില്ലേ? പോലീസ് പിടിക്കുകയില്ല, നിങ്ങൾക്ക് വയറുവേദന എടുക്കുകയില്ല. എടാ മുരുക, ഇന്നലെ പിടിച്ചോണ്ട് വന്ന പിള്ളേരെ പുറം ചട്ടം വെച്ച് പൊള്ളിക്കറാ. നാളെ വേളാങ്കണ്ണിക്ക് ഭിക്ഷയ്ക്ക് കൊണ്ടുപോകണതാ. രാത്രി നമുക്ക് ചട്ടകം വെച്ച് അവിടെ പൊള്ളിക്കാം. കൈയും കാത്തൊഴിലടിക്കുക, അല്ലെങ്കിൽ കണ്ണു കുത്തി പൊട്ടിക്കാം. നീ സഹായിച്ചോളട്ടാ. അയ്യോ ഉണ്ണിയെ, ഉണ്ണിയെ, എന്റെ ഉണ്ണിക്ക് എന്തോ പറ്റിയില്ലോ. എന്റെ ഉണ്ണിക്ക് എന്തോ പറ്റിയില്ലോ. എന്റെ ഉണ്ണിക്ക് എന്തോ പറ്റിയില്ലോ. ക്ലബിന്റെ ഓണാഘോഷത്തിന് പോണ്ടേ നമുക്ക്? അതെ, ഭക്ഷണത്തിന്റെ സമയമാകുമ്പോ എത്തിയാൽ മതി. നമുക്ക് ഭക്ഷണം മാത്രം കഴിച്ചാൽ മതിയോ? സംഭാവന എന്തെങ്കിലും കൊടുക്കണ്ടേ? സംഭാവന കൊടുക്കണെങ്കിൽ ഹോട്ടലിൽ നിന്ന് ബിരിയാണി വാങ്ങിച്ചാൽ പോരാ? ഓസി കഴിച്ച് കഴിച്ചല്ല ശീലമായി അല്ലേ? ചേട്ടാ, എന്തെങ്കിലും തരുമോ? എന്നിട്ട് തരുന്ന കയ്യില് 10 പൈസയില്ല. ഭിക്ഷാടനമൊക്കെ നിരോധിച്ചാണ്. പോലീസിൽ പഠിപ്പിക്കണ്ട. പോലീസുകാരൊന്നും ഭിക്ഷക്കാരെ പിടിക്കില്ല. എന്നെ കുറച്ചു നേരത്തൊരു പോലീസുകാരൻ കണ്ടതാ. ചില്ലറ ഒന്നും ഇല്ലല്ലോ, പിന്നെ വായോ. ഇനി എന്ന് വരാനാ? അതെ, കുറച്ചങ്ങോട്ട് പോയ ഓണാഘോഷമുണ്ട്. അവിടുന്ന് വയറച്ച ഭക്ഷണം കിട്ടും. നീ വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടാണ് പോയിക്കോ. ചോറ് കിട്ടോ? എടാ നാറി, ഓണാഘോഷം കലക്കാതെ എനിക്ക് പോടാ. അവിടെ പോയിരുന്നു, പക്ഷെ നിങ്ങൾക്ക് അവിടെ തരും. ചോറ് വയറ് നിറച്ച് തരാം. നിന്നെയല്ലടാ അവിടെ നിന്ന് ഏൽപ്പിച്ചോട്ടത്. പിന്നെ നീ ഈ ഭാഗത്ത് കണ്ടുപോരുത്. തെണ്ടികൾക്ക് കൊടുക്കാനുള്ള ചോറുള്ളത്. കളയണ ചോറല്ലേ? എച്ചിലല്ലേ? ഞാൻ ഇത്തിരി തിന്നോട്ടെ സാറേ. നിന്നോടല്ല പറഞ്ഞ, ഇത് പട്ടിയെടുക്കുള്ള ചോറുള്ളത്. ഭാഗത്ത് കണ്ടുപോരുത്. എടാ മോനെ, അവിടെ പിച്ചക്കാരൻ തല്ലി തവിട് പൊടിയാക്കി. അല്ല, ഈ പിച്ചക്കാരനെന്തിനാ ആളുകൾ തല്ലി തവിട് പൊടിയാക്കുന്നത്? അയാൾ ഇത്തിരി ചോറ് ചോദിച്ചിട്ട് ഓണാഘോഷത്തിന്റെ അവിടേക്ക് വന്നതാ. എന്നിട്ട് അയാള് പോയാ? അയാൾ പാടത്തു കൂടെ നടന്നു പോണ്ടേ. ഇന്ന് വല്ലതും കിട്ടിയോ? എനിക്ക് ഒരു വീട്ടിൽ നിന്ന് ഇത്തിരി ചോറ് കിട്ടി. പൈപ്പിൽ നിന്ന് ഇത്തിരി വെള്ളം എടുത്ത്. നിനക്ക് വേണമെങ്കിൽ കുറച്ച് തരാം. എനിക്ക് കുറച്ച് വെള്ളം വേണം. തൊണ്ട ആകെ വരളാണ്.
എവിടെ നിന്ന് പറയട്ടെ? എടാ പട്ടികളെ, നിങ്ങളല്ലേ ജോസന്റെ വീട് കുത്തി തുറന്ന് കാശും സ്വർണ്ണം എടുത്തോണ്ട് പോയത്? ഞങ്ങള് ജോസേട്ടന്റെ വീട്ടിൽ പോയിട്ടുമില്ല, ജോസേട്ടനെ അറിയേയില്ല, അവിടെ നിന്നൊന്നും എടുത്തിട്ടുമില്ല. അടുത്ത് രണ്ടുപേരും കൂടി പതുങ്ങിയിരുന്നിട്ട് രാത്രി ആകുമ്പോ കക്കാൻ ഇറങ്ങാനല്ല നിങ്ങളുടെ പരിപാടി. എടാ നിങ്ങളല്ലേ ആലുവരും പെരുമാനും പിള്ളേരെ തട്ടിക്കൊണ്ടുപോയത്? എടാ പോലീസ് വിളിക്ക്, ഇപ്പൊ തന്നെ അവരെ പോലീസ് ഏൽപ്പിക്കാം. ഞങ്ങള് കള്ളന്മാരും കൊലപാതകളും ഒന്നല്ല. ഞങ്ങള് ഒരു പിള്ളേരും തട്ടിക്കൊണ്ടു പോയിട്ടില്ല. പിന്നെ എന്തിനാ വെറുതെ പോലീസിനെ വിളിച്ച് ഞങ്ങളെ പിടിപ്പിക്കണേ? എടാ നിങ്ങള് ഹിന്ദിക്കാരാണോ തമിഴ്മാരാണോ? ചെറ്റകള്. കാശൊന്നും തന്നില്ലെങ്കിലും ഞങ്ങൾ ഉപദ്രവിക്കാതിരുന്നാ മതി. അടിച്ചു കൊല്ലട ഈ നായിന്റെ മക്കളെ. ആ പന്തികളെ ഭിക്ഷക്കാർക്കും ജീവിക്കണ്ടടാ. നിങ്ങൾ ഞങ്ങളുടെ നെഞ്ചിലാ. കൊല്ലട പട്ടികളെ, ഞങ്ങളോട് ജീവിക്കാൻ സംഭവിക്കും. നിങ്ങൾ ഈ ഭാഗത്ത് കാണരുത്. എടാ നീ ഇതുവരെ പോയില്ലേ? അവനെ വിട്. ഇവൻ ഭിക്ഷാടന മാഫിയയുടെ ആളാണ്. അങ്ങോട്ട് പോയിക്കോട്ടെ. ഒരു പാവം മനുഷ്യൻ. ഇവൻ ഭിക്ഷാടന മാഫിയയുടെ ആളാണ്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് ഭിക്ഷാടനത്തിന് വേണ്ടി ഉപയോഗിക്കാണ്. നോക്ക്, സഞ്ചിയിൽ എന്തെങ്കിലുമൊക്കെ കാണും. കുട്ടികളെ മയക്കി കിടത്താനുള്ള സാധനങ്ങളൊക്കെ പരിശോധിക്ക്. ശരിക്ക് പരിശോധിച്ചിട്ട് വിട്ടാ മതി. ഇനി മേലാൽ ഇവിടെ കാണരുത് കേട്ടോ. ഇനി മേലാൽ ഈ ഭാഗത്ത് കാണരുത്. വേഗം പൊക്കടാ. പോയിക്കോട്ടെ. അത് പാവം. ആ പാവം പോയിക്കോട്ടെ, എവിടെയെങ്കിലും പോയി. നിന്റെ വീട് എവിടെടാ? എന്റെ വീട് കേരളത്തിൽ തന്നെ. കേരളത്തിൽ എന്ന് പറഞ്ഞാ എന്റെ വീട് നീറാപ്പാടത്തിനടുത്തായിരുന്നു. നിന്റെ പേര്? എന്റെ പേര് ഉണ്ണി. ഞങ്ങള് നീറാപ്പാടത്ത് ചെറുപ്പത്തിലെ പന്തൊക്കെ കളിക്കാറുണ്ട്. ഞാനും മണികണ്ഠനും ചന്തു ഒക്കെ. അപ്പൊ നിന്റെ അച്ഛന്റെ പേര്? എന്റെ അച്ഛന്റെ പേര് ഭാസ്കരൻ. എനിക്കൊരു സംശയമുണ്ട്. നിനക്ക് തന്നെ ഓർമ്മയുണ്ടോ? ഓർമ്മയൊന്നുമില്ല. ഞാൻ നിന്റെ വീട്ടിൽ ചെത്തിയിട്ടുണ്ട്. നീ വളരെ ചെറുപ്പമായിരിക്കുന്ന കാലഘട്ടത്തിൽ. എന്താ പ്രശ്നം? ഇത് നമ്മുടെ ഉണ്ണിയാണ്. നമ്മുടെ ഭാസ്കരേട്ടന്റെ കാണാതായ മകനില്ലേ? ഉണ്ണി എന്നെ മനസ്സിലായ? എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഉണ്ണിനെ 4ാം ക്ലാസ് പഠിപ്പിച്ചതാ. ജോസ് മാഷ എനിക്ക് ഓർമ്മയുണ്ട്. ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന മാഷല്ലേ. മാഷേന്ന് എല്ലാ ദിവസവും എനിക്ക് തല്ല് കിട്ടാറുണ്ട്. എടാ ഉണ്ണി, നിന്നെ അന്ന് തല്ലിയതേ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാൻ വേണ്ടിയാണ്. എന്നാലും നീ ഞങ്ങളൊക്കെ വിട്ട് നാട് വിട്ടു പോയില്ലേ, ഞങ്ങൾക്ക് ആകെ വിഷമായി. ഉണ്ണി, നിന്റെ വീടെത്തി. എനിക്ക് വീട്ടിലേക്ക് പോണ്ട. ഒരു ഭിക്ഷക്കാരനായിട്ട് ഞാൻ എങ്ങനെ എന്റെ വീട്ടിലേക്ക് ചെല്ലും? ഉണ്ണി, നീ വീട്ടിലേക്ക് പോര്. വാ, വീട്ടിൽ പോവാ. ഭാസ്കരേട്ടാ, ചേട്ടനെ ഇയാളറിയോ? ഈ ഭിക്ഷക്കാരനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇയാളെ ആദ്യമായിട്ട് കാണുകയാണ്. ഞാനിതിനൊന്നും കണ്ടിട്ടില്ല, എനിക്കറിയില്ല. നിങ്ങളെ കാണാതായ ഒരു മോനുണ്ടായ ഓനും ഈ പിച്ചക്കാരനായിട്ട് എന്ത് ബന്ധം? ചേട്ടാ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, ഇത് ചേട്ടന്റെ കാണാതായ മോൻ ഉണ്ണിയാണ്. നിങ്ങൾ എന്തൊട്ട് ഭ്രാന്തായി പറയണേ? അവൻ എവിടെയെങ്കിലുമൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും എന്റെ മോൻ. ഒരു നാൾ ഇവിടെ വരും. അവൻ നല്ല നിലയായിട്ട് അവൻ ഇവിടെ വരും. അവൻ എവിടെയും സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. ഇതൊക്കെയാണോ ഈ പറഞ്ഞേ? ഇതെന്റെ മോനാ. ചേട്ടന്റെ മോൻ ഉണ്ണി തന്നെയാണിത്. ഒന്ന് സൂക്ഷിച്ചു നോക്ക്. ഇത് എന്റെ മോൻ ഉണ്ണി തന്നെയാണോ? എടാ, നീ എവിടെയായിരുന്നു ഇത്ര നാള്? നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. ഏതെല്ലാം കൂടെ എത്ര പത്രപരസ്യം നടത്തി, എന്തെല്ലാം ഏജന്റുമാരായിരുന്നു, എവിടെയൊക്കെ പോയി കണ്ടു. എന്റെ മോൻ എവിടെയായിരുന്നു ഇത്ര നാള്? എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. അച്ഛനമ്മമാർ മക്കളെ ചീത്ത വിളിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ മണ്ടനായി എനിക്ക് അന്നത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്നോട് പൊറുക്കണം. ഇനി നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല മോനെ. നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല. ഞങ്ങൾക്ക് തെറ്റുപറ്റി, നിനക്കല്ല തെറ്റുപറ്റിയത്, ഞങ്ങൾക്ക്. നിന്നെ ഞങ്ങൾക്ക് ഒരിക്കലും വിടില്ല, എങ്ങോട്ടും വിടില്ല. നീ ഇവിടെ തന്നെ നിൽക്കും, ഞങ്ങളോടൊപ്പം. എൻ്റെ അമ്മയെ ഒന്ന് വിളിക്കൂ. ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ട് എത്ര നാളായി. എന്നെ കാണാതെ കാരണം എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടായിരിക്കും.
എന്റെ അമ്മ എനിക്കൊന്ന് കാണണം. മോനെ, നിന്നെ കാണാതെ അമ്മ കണ്ടമാനം വിഷമിക്കും. ഊണില്ല, ഉറക്കമില്ല. അവിടെ ഇവിടെ ഒരു ഇത് വൈകുന്നേരം രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഓടി നടക്കാൻ പിടിക്കുക. ഒരു ഹൃദയം പൊട്ടിയാണ് നിന്റെ അമ്മ മരിച്ചുപോയത്. എന്റെ മോനെ, നിന്റെ അമ്മ എന്നും നിന്നെ ചോദിക്കില്ല, നിന്നെ പറ്റി ചോദിക്കലാണ്. എന്ന് ഊണില്ല, ഉറക്കമില്ല. രാത്രി എഴുന്നേറ്റ് ഓടി വന്നിട്ട് പറയും എന്റെ മോൻ വന്നു, എന്റെ മോൻ വന്നു എന്ന്. പൊട്ടി പൊട്ടി ഹൃദയം പൊട്ടിയടാ അവള് മരിച്ചുപോയത് നിന്റെ അമ്മ. ഇനി മടി നിനക്ക് വേണ്ട. ഞാൻ സ്കൂളിൽ നിന്ന് വരുവാൻ അല്പമൊന്ന് വൈകിയാൽ, ഞാൻ പാടത്തു നിന്ന് കളി കഴിഞ്ഞു വരുവാൻ അല്പമൊന്ന് വൈകിയാൽ നിറകണ്ണുകളോട് എന്നെ നോക്കി നിൽക്കുന്ന എന്റെ അമ്മ, എനിക്കൊരു പനി വന്നാല് ഊടുമുറക്കം ഉപേക്ഷിച്ച് എനിക്ക് കാവലിരിക്കുന്ന എന്റെ അമ്മ ഇനിയില്ല എന്നറിയുമ്പോൾ എന്റെ ചങ്ക് തകരണച്ചാ, എന്റെ ചങ്ക് തകരണേ. ഈ പാപങ്ങളെല്ലാം ഞാൻ എവിടെ കഴുകിക്കളയും അച്ഛാ? ഞാനിതെല്ലാം എവിടെ കഴുകിക്കളയും? എന്റെ അമ്മയില്ലാത്ത ഈ വീട്ടിൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇനി നീ എങ്ങും പോകരുത്. ഈ അച്ഛനെ വിട്ട് എങ്ങും പോകരുത് പോലെ. നീ എന്റെ കൂടെ, ഞാൻ മരണം വരെ എന്റെ മരണം വരെ നീ എന്റെ കൂടെ ഉണ്ടാവുക. പിന്നെ ഞാൻ എത്ര നാളായി കാത്തിരിക്കും. ഇനി നീ മാത്രമുള്ളൂ എനിക്ക്, നീ മാത്രമുള്ളൂ എനിക്ക് നീ മാത്രമുള്ളൂ. അച്ഛാ, 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 അച്ഛാ. ഞാൻ കാരണം എന്റെ അച്ഛനും അമ്മയും മരിച്ചു. ഞാൻ പോവാ. ഉണ്ണി പോവല്ലേ, ഇത് നിന്റെ വീടാണ്. ഉണ്ണി പോവല്ലേ, ഇത് നിന്റെ വീടാണ്. എന്റെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഈ വീട്ടിൽ ഞാനില്ല. ഞാൻ പോവാണ്. ഭിക്ഷക്കാരൻ എന്നും ഭിക്ഷക്കാരൻ തന്നെയായിരിക്കും.